ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് ആദ്യം വഴറ്റതിന് ശേഷം സവോള ഇടണം. സവോള ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറാൻ പാടുള്ളൂ. സവോള വളരെ നൈസായിട്ട് അരിയില്ല കേട്ടോ. ഒരു പ്രത്യേക ഒരു ഇങ്ങനെ കട്ട് ചെയ്തും കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുക, അരിയുന്നത് കുറച്ച് വീതിയിൽ കേട്ടോ. അപ്പോൾ ആ സവാളയൊക്കെ അതിനകത്ത് വഴന്ന് വരുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത് തക്കാളി ഇട്ട് നന്നായിട്ട് അതിന് ശേഷം ക്യാപ്സിക്കം ഇട്ടു. പച്ച ക്യാപ്സിക്കാണ് ഇട്ടത്, അതാണ് അതിനകത്തേക്ക് ഇടുന്നത്. പച്ച ക്യാപ്സിക്കം ഇട്ടിട്ട് അരിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ചിക്കനിന് എന്താ ചെയ്തിരിക്കുന്നത്, ചിക്കനകത്ത് ഗരം മസാലയും കുരുമുളകും കോൺഫ്ലോറും സോയാ സോസും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ട് ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി, മസാല പുരട്ടുന്നതും പൊരിക്കുന്നതും കാണിക്കാൻ കേട്ടോ, മറന്നു പോയതായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ആ ജ്യൂസൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. പക്ഷെ നന്നായിട്ട് വഴറ്റും ചെയ്യില്ല, ഒരു കടിക്കാൻ നമ്മൾക്കതിനകത്ത് കിട്ടും വേണം. പിന്നീട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കണ്ടോ, ഈ ചിക്കൻ ഇങ്ങനെ പൊരിച്ച ചിക്കൻ നിങ്ങൾ കണ്ടില്ല. ചിക്കൻ അരിയുമ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. ചില്ലി ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ എന്താണ് വലിയ കഷ്ണങ്ങളാവരുത്. ചില്ലി ചിക്കൻ്റെ എങ്ങനെ മുറിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതേപോലെ മുറിക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ ക്യാപ്സിക്കവും തക്കാളി, സവോള ഇതൊക്കെ മതി ഇതിനകത്ത് ആഡ് ചെയ്യാൻ. അപ്പം അതിൻ്റെ മുന്നേ ഒക്കെ നേരത്തെ നമ്മൾ അരിഞ്ഞടുത്ത് മാറ്റി വയ്ക്കുക. പിന്നീട് ഇതിനകത്തേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി സോസ് ആഡ് ചെയ്യാറുണ്ട്, ഞാൻ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഗ്രീൻ ചില്ലി നിർബന്ധങ്ങളൊന്നുമില്ല, പിന്നെ അതേപോലെ തന്നെ ചില്ലി സോസും നിർബന്ധമില്ല. ബാക്കിയുള്ള ടൊമാറ്റോ സോസും നമ്മൾ സോയാ സോസുമാണ് ഒഴിക്കണതിനകത്ത്. പക്ഷെ ഇത് നല്ലൊരു ഫ്ലേവറാണ് കഴിക്കുക. നല്ലൊരു ചൈനീസ് ഡിഷല്ലേ. അതിന് ശേഷം നമ്മൾ സ്പ്രിങ് ഓണിയൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കഴിക്കാൻ നേരത്തെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടുണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നോമ്പല്ലേ, നോമ്പിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത്. പത്തിയിലേക്ക് വെജിറ്റബിൾ കറിയുണ്ട്, അപ്പോൾ ഇതുപോലത്തെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.